ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. രാവിലെയും വൈകുന്നേരവും പ്രത്യേകം ദിക്ർ ചൊല്ലണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നിർദ്ദേശിച്ചതാണെന്നും അതുകൊണ്ട് അത് നമ്മൾ പതിവാക്കണമെന്നും നാം നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള ചില ദിക്റുകൾ നമ്മൾ നേരത്തെ സംസാരിച്ചു. അതിന്റെ ബാക്കി ഭാഗമാണ് ഇന്നും സംസാരിക്കുന്നത്. കടങ്ങൾ ഉള്ളവർ, പ്രയാസങ്ങൾ ഉള്ളവർ, ദുഃഖങ്ങൾ ഉള്ളവർ ചൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാവിലെയും വൈകുന്നേരവും പ്രത്യേകം ചൊല്ലാൻ വേണ്ടി പറഞ്ഞ ചില ദിക്റുകളാണ് നാം പറയുന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് ഒരിക്കൽ കടന്നു. അപ്പോൾ അൻസാറുകൾപ്പെട്ട ഒരു മനുഷ്യൻ, അദ്ദേഹം അബൂ ഉമാമ എന്ന് പേരുള്ള ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അബൂ ഉമാമ, എന്താ ഇവിടെ പള്ളിയിൽ ടെൻഷനായിരിക്കുകയാണല്ലോ, നിസ്കാരത്തിന്റെ സമയമല്ലാത്തപ്പോഴാണല്ലോ, എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പോൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുമൂമുൻ ലസിമത്നി വദുയൂനു യാ റസൂലല്ലാഹ്, ധാരാളം ടെൻഷനും വിഷമങ്ങളുണ്ട് നബിയെ, കടങ്ങളുണ്ട് നബിയെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തൊരു ദിക്ർ, അലാ ഉഅല്ലിമുക കലാമൻ, നിങ്ങൾക്ക് ഞാൻ ഒരു ദിക്ർ പറഞ്ഞു തരട്ടെയോ? ഇദാ ഖുൽത വദഹബല്ലാഹു ഹമ്മക്, നിങ്ങളത് ചൊല്ലിയാൽ നിങ്ങളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും നീക്കും. വഖലാ അൻക ദൈനക്, നിങ്ങളുടെ കടങ്ങൾ അല്ലാഹു വിട്ടിത്തരും, നിങ്ങളുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും നീക്കും. അപ്പോൾ പറഞ്ഞു, ഖുൽതു വലാ യാ റസൂലല്ലാഹ്, അതേ നബിയേ, എനിക്ക് പറഞ്ഞു തരൂ. അപ്പൊ കടങ്ങൾ വീട്ടാൻ, ദുഃഖങ്ങൾ നീക്കാൻ നിങ്ങളത് ചൊല്ലിയാൽ മതി മോനെ അബൂ ഉമാമ, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അപ്പോൾ അബൂ ഉമാമ പറഞ്ഞു, അതേ നബിയെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നേരം പുലരുമ്പോഴും വൈകുന്നേരമാകുമ്പോഴും ഇങ്ങനെ ചൊല്ലണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസ്ൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിർ റിജാൽ. ഈ ദിക്ർ അദ്ദേഹം അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങി. എപ്പോഴും ചൊല്ലിക്കൊണ്ടിരുന്നു. രാവിലെയും ചൊല്ലും, വൈകുന്നേരവും ചൊല്ലും. അങ്ങനെ ചിലപ്പോൾ 1, 2, 3 വട്ടം ആവർത്തിച്ച് ചൊല്ലാം. അങ്ങനെ ചൊല്ലിയപ്പോൾ അദ്ദേഹം പറയുന്നു, ഫദഹബല്ലാഹു ഹമ്മീ വഖളഅ അന്നി ദൈനി, എന്റെ ടെൻഷനുകൾ മുഴുവനും പോയി, അല്ലാഹു പോക്കിത്തന്നു, എന്റെ കടങ്ങൾ മുഴുവനും അല്ലാഹു വിട്ടിത്തന്നു. ഈ ദിക്ർ ചൊല്ലിയപ്പോൾ എന്താണത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, അല്ലാഹുവേ, ദുഃഖത്തെ തൊട്ടും ടെൻഷനുകളെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വഅഊദു ബിക മിനൽ അജ്സി വൽ കസ്ൽ, മടിയെ തൊട്ടും അശക്തതയെ തൊട്ടും നിന്നോട് ഞാൻ കാവൽ തേടുന്നു. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ, ഭീരുത്തരത്തെ തൊട്ടും പിശുക്കിനെ തൊട്ടും നിന്നോട് ഞാൻ കാവൽ തേടുന്നു. വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിർ റിജാൽ, കടം അമിതമാവലിനെ തൊട്ടും കാവൽ തേടുന്നു. വഖഹ്രിർ റിജാൽ, ആളുകൾ എന്നെ അതിക്രമിക്കലിനെ തൊട്ടും ഞാൻ കാവൽ തേടുന്നു. ഈ ദിക്ർ അദ്ദേഹം ചൊല്ലിയപ്പോൾ കടങ്ങളും വേടി ടെൻഷനുകളും പോയി. മുത്തുനബി പ്രത്യേകം കടമുള്ളവരോട്, അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് പഠിപ്പിച്ചതാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ദിക്ർ കടക്കാരൊക്കെ ചൊല്ലി പതിവാക്കുക. രാവിലെയും വൈകുന്നേരവും പ്രത്യേകം ചൊല്ലൽ സുന്നത്താണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനിയും രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ പറ്റുന്ന ഒരു ദിക്ർ, മഹത്തായ ഒരു ദിക്ർ, ബഹുമാനപ്പെട്ട അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിൽ നിന്നും പഠിപ്പിക്കപ്പെട്ട ഒരു ദിക്ർ. എന്താണ് ചരിത്രം? രാവിലെയും വൈകുന്നേരവും നമുക്ക് എല്ലാവിധ കാവലും ലഭിക്കാൻ, എല്ലാവിധ സംരക്ഷണവും ലഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലാൻ പറഞ്ഞ ദിക്റാണ് അടുത്തത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയും.